വല്ലതുമൊക്കെ ചെയ്തും പിന്നെ വല്ലതുമൊക്കെ ചെയ്യാതെ ഇരുന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ മനുഷ്യരെല്ലാം. എന്നാൽ ദൈവം പ്രസാദിക്കുന്നത് ഈ പറഞ്ഞ നാം ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങളിലൂടെയാണോ? വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളും ഒന്നിലധികം അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് എപ്പോഴും ഏറെ പ്രയോജനം ചെയ്യും. ഗലാത്യ ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ അനേകം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാകുന്നു ന്യായപ്രമാണം എന്നുള്ളത്. ന്യായപ്രമാണം സാധാരണ ന്യായപ്രമാണം എന്ന് കേൾക്കുമ്പോൾ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ന്യായപ്രമാണമാകുന്നു നമ്മുടെ ചിന്തയിൽ വരുന്നത്. എന്നാൽ അനേകം പ്രാവശ്യം പ്രമാണങ്ങൾ അഥവാ നിയമവ്യവസ്ഥിതി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോ എന്ന് ആ അർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നത്ര ഇത്. അല്ലാത്ത പക്ഷം നാം ദൈവവചനം ശരിയായി മനസ്സിലാക്കാതെ പോകും. ന്യായപ്രമാണം പ്രയോജനമില്ലാത്തതാകുന്നു എന്ന് പൗലോസോ മറ്റ് അപ്പോസ്തലന്മാരോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ന്യായപ്രമാണം വിശുദ്ധമാകുന്നു എന്നത്രേ. അതേസമയം ന്യായപ്രമാണത്താൽ ആർക്കും ദൈവസന്നിധിയിൽ അംഗീകാരം ലഭിക്കുക സാധ്യമല്ല എന്നും പൗലോസ് പറയുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ന്യായപ്രമാണത്തിനുണ്ട്. ചിലത് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, പെരുമാറ്റങ്ങൾക്കുള്ള നിലവാരം നൽകി ന്യായപ്രമാണം നമ്മെ പാപത്തിൽ നിന്നും സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു. രണ്ട്, പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു. അതുകൊണ്ട് തന്നെ പാപം ഏറ്റുപറഞ്ഞ് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ സഹായകമായിട്ടുള്ളതാണ് ന്യായപ്രമാണം. മൂന്ന്, ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയില്ല എന്ന ബോധം ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയിൽ ആശ്രയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ന്യായപ്രമാണം ആരെയും രക്ഷിക്കില്ല എന്നത് സത്യം തന്നെ. എന്നാൽ നാം ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ വിലപ്പെട്ട ഒരു മാർഗനിർദ്ദേശിക ആകുന്നു ന്യായപ്രമാണം എന്ന് മറന്നു പോകരുത്. കൽപ്പനകൾ ഓരോന്നായി ആചരിച്ചു എന്നതുകൊണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടോ, തെറ്റെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടോ ദൈവസന്നിധിയിൽ അംഗീകാരം ലഭിക്കുന്നില്ല. അനേകർക്കും എഴുതപ്പെട്ട ഒരു കൂട്ടം നിയമങ്ങൾ അനുസരിക്കുന്നതിലാണ് താല്പര്യം. അത് എളുപ്പമാകുന്നുവല്ലോ. എന്തൊക്കെയോ ചെയ്തോ ചെയ്യാതിരുന്നോ ഒരു ആത്മീയ സംതൃപ്തിയിൽ ഇങ്ങനെയുള്ളവർ കഴിയുന്നു. ഫലമോ ദൈവത്തോടെ യഥാർത്ഥ സ്നേഹമോ ആരാധനയോ അവർക്കില്ല. ഇതിനെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. അല്ലാതെ ദൈവം നൽകിയ ന്യായപ്രമാണത്തിനെതിരായിട്ടല്ല. നിയമങ്ങളിൽ ഊന്നി ജീവിക്കുന്ന കപടഭക്തി, അതാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് പ്രഥമമായി ദൈവത്തിന് ആവശ്യം നമ്മെ ആകുന്നു, നമുക്കുള്ള വകകളല്ല. വിശ്വാസം എന്നാൽ നമ്മെ നൽകുക എന്നതാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. പൗലോസ് ഈ പറഞ്ഞതിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയണമെങ്കിൽ വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കണം. അതത്രേ ഗലാത്യ ലേഖനത്തിൽ അവൻ നമ്മെ പഠിപ്പിക്കുന്നത്. കൃപയാലുള്ള രക്ഷ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെ നാം ചിന്തിച്ച് കഴിഞ്ഞിരുന്നു. ഇന്ന് 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ആ ഭാഗം എടുത്തിട്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നു മാത്രമാണ് ആധാരമായിരിക്കുന്നതെന്ന് പഠിപ്പിച്ചു പോയ പൗലോസിൻ്റെ പിന്നാലെ വന്ന യഹൂദന്മാരായ വിശ്വാസികൾ രക്ഷയ്ക്ക് ന്യായപ്രമാണവും
ആചരിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പരിച്ഛേദന ഏൽക്കണമെന്ന് ഗലാത്യ പ്രദേശങ്ങളിലുള്ള സഭകളെ പഠിപ്പിച്ചു. അവരുടെ ദുരുപദേശത്തിന് ശക്തി കൂട്ടുവാനായി അവർ പൗലോസിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തതായി നാം കണ്ടു. മറ്റ് അപ്പോസ്തലന്മാരെ പോലെ പൗലോസ് ഒരു അപ്പോസ്തലനല്ല എന്ന് പ്രചരിപ്പിച്ച യഹൂദന്മാരായ വിശ്വാസികളുടെ വാദങ്ങളെ പൗലോസ് ആദ്യം നേരിട്ടു. തൻ്റെ അധികാരം മാനുഷമല്ല എന്ന് പല തെളിവുകളാൽ പൗലോസ് ഉറപ്പിച്ചു. താൻ പത്രോസിനോടോ മറ്റ് അപ്പോസ്തലന്മാരോടോ യെരുശലേമിലെ സഭയോടോ പഠിച്ചിട്ടില്ല. തൻ്റെ ആ അവസ്ഥ താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യം പോയത് അറേബ്യയിലേക്കായിരുന്നെന്നും അവിടെ കർത്താവ് നേരിട്ട് വെളിപ്പെടുത്തിയതാണ് താൻ പ്രസംഗിക്കുന്നതെന്നും താൻ പത്രോസിനെ നേരിട്ടത് എങ്ങനെ എന്നുമെല്ലാം ഉള്ള കാര്യം പൗലോസ് മുഖവുരയിൽ വ്യക്തമാക്കി. ഇനിയും പൗലോസ് ഗലാത്യ ലേഖനത്തിലെ ഉപദേശപരമായിട്ടുള്ള ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങൾ. ഇപ്പോൾ നാം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വചന സത്യം പഠിക്കാൻ പോവുകയാണ്. ഈ ഭാഗത്ത് പൗലോസ് ഒരു യഹൂദൻ എന്ന തൻ്റെ സ്ഥാനം എടുക്കുകയാണ്. 15ഉം 16ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 2-ാം അധ്യായം നിങ്ങൾ എടുത്തെങ്കിൽ എന്നോടൊപ്പം ആ ഭാഗം നോക്കിക്കാട്ടെ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരാത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ഈ ലേഖനത്തിൽ നീതീകരണം എന്ന വാക്ക് ആദ്യമായി വരുന്നത് ഈ പറഞ്ഞ വാക്യങ്ങളിലാണ്. മാത്രമല്ല, ന്യായപ്രമാണവും വിശ്വാസവും ക്രിസ്തുവിനോടുകൂടി ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നതും ഇവിടെ കാണാം. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത്. അനുഷ്ഠാന പ്രിയരെ അഥവാ നിയമവാദികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. അനുഷ്ഠാനങ്ങളിന്മേൽ ഇന്നുള്ള ഏത് വ്യവസ്ഥയെയും അത് തകിടം മറിക്കും. വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും ചേർക്കണമെന്ന് പറയുന്നത് അത് സുവിശേഷത്തെ അംഗച്ഛേദം ചെയ്യുന്നതായിരിക്കും. പൗലോസിൻ്റെ വാദം കേൾക്കണോ? ഒരു യഹൂദന് ന്യായപ്രമാണത്തെ പുറകോട്ട് എറിയണമെങ്കിൽ, അതായത് വിശ്വാസത്താലുള്ള നീതീകരണത്തിനായിട്ട് അത് ഉപേക്ഷിക്കണമെങ്കിൽ, ഒരു യഹൂദേതരന് എന്തിന് ന്യായപ്രമാണത്തിന് കീഴിൽ വരണം? മനസ്സിലായല്ലോ. യെരുശലേമിലെ അന്നുണ്ടായിരുന്നതായിട്ടുള്ള കൂടിവരവ്, ആ കൗൺസിലിൽ ഉണ്ടായ വാദവും ഇത് തന്നെയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഇവിടെ നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ സാധിക്കും. ഒരു യഹൂദേതരൻ രക്ഷിക്കപ്പെടുവാൻ ന്യായപ്രമാണത്തിന് കീഴിൽ വരേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്ന അവിടുത്തെ തീരുമാനം, യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനം. ഈ പറഞ്ഞതിനേക്കാൾ വളരെ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈനംദിന ജീവിതത്തിൽ പോലും അവൻ ന്യായപ്രമാണത്തിന് കീഴിലല്ല. ഒരു യഹൂദൻ ഇത്രയും നാൾ ന്യായപ്രമാണത്തിന് കീഴിൽ ഇരുന്നിട്ടും നീതീകരണം അസാധ്യമായിരിക്കുമ്പോൾ ഒരു യഹൂദേതരന് എങ്ങനെ ഇത് സാധിക്കും? 1500 വർഷത്തോളമായി യഹൂദൻ ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്. നീതീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം നീതിമാനെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ്. ഇത് നീതിന്യായ കോടതിയുമായി ബന്ധമുള്ള ഒരു വാക്കാണ്. വിധിക്കപ്പെടുക എന്നതിൻ്റെ വിപരീതമാണ് ഈ വാക്ക്. നാം പാപികൾ അഥവാ കുറ്റക്കാരും വിധിക്കപ്പെട്ടവരും ആകുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിൻ്റെ ക്രിയകളാൽ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാൽ, തൻ്റെ അത്ഭുതമാർന്ന കൃപയിൽ നാം നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പുതിയ ബന്ധം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നു. നാം അതിനായി ഒന്നും കൊടുക്കേണ്ടതില്ല. എല്ലാം ദൈവകൃപ മാത്രമാണ്. മനുഷ്യൻ്റെ അഹന്തയെ അതെങ്ങനെ ഹനിക്കുന്നു എന്ന് നോക്കുക. 16-ാം വാക്യത്തിൽ അറിഞ്ഞിരിക്കൊണ്ട് എന്ന പദപ്രയോഗം ശ്രദ്ധിക്കുക. അതായത് നാം അറിയുന്ന എന്തോ ആണ് നാം രക്ഷിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത്. അത് നമുക്കറിയാം. മനുഷ്യൻ എന്നിവിടെ പറയുമ്പോൾ മുഴുവൻ മനുഷ്യജാതിയെയാണ് വിവക്ഷിക്കുന്നത്. ഇത് നിറത്തിൻ്റെയോ കുലത്തിൻ്റെയോ ജാതിയുടെയോ എന്തെങ്കിലും അതുപോലെയുള്ള
ചുവരുകളൊക്കെ പൊട്ടിക്കുന്നതാണ്. എല്ലാ മനുഷ്യരും ക്രൂശിനു മുൻപിൽ ഒരേ നിലവാരത്തിലാണ്. പാപി എന്ന നില. നിങ്ങളും ഞാനും പാപികളാകുന്നു. താങ്കൾ ആര് തന്നെയായാലും ദൈവത്തിനു മുൻപിൽ ഒരു പാപിയാകുന്നു സുഹൃത്തെ. ഇവിടെ മോശയുടെ ന്യായപ്രമാണം മാത്രമല്ല, മറ്റേത് നിയമസംഹിതയായാലും അത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ ഏതെങ്കിലും ഒരു സഭയിൽ ചേരണമെന്നോ പ്രത്യേക ഏതെങ്കിലും അനുഭവത്തിൽ കൂടി കടക്കണമെന്നോ സ്നാനപ്പെടണമെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഈ വാക്യത്തെ ഖണ്ഡിക്കുന്നതായിരിക്കും. ഏത് മതത്തിലെയും അനുഷ്ഠാനങ്ങളെ മുഴുവനും പൗലോസ് ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ഇത് ക്രിസ്തീയത്വത്തെ മറ്റെല്ലാ മതത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒന്നാക്കി കാണിക്കുകയാണ്. ലോകത്തിലെ മതങ്ങളെ ഒന്ന് ആരാഞ്ഞു നോക്കിയാൽ അവയുടെ സത്ത ഇതാണ്: കർമ്മം ചെയ്യുക, നല്ല കർമ്മം ചെയ്യുക. എന്നാൽ ക്രിസ്തീയ മാർഗം വ്യത്യസ്തമാണ്. അത് പറയുന്നത് വിശ്വാസത്താൽ ആണ് ആത്മരക്ഷ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത്. മതങ്ങൾ പറയുന്നത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുക. ക്രിസ്തീയ മാർഗം പറയുന്നു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അത് താങ്കൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കട്ടെ. 1 കൊരിന്ത്യർ 12:3. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഇവിടെ നമ്മോടുള്ള ചോദ്യം, യേശു ശപിക്കപ്പെട്ടവനെന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ കഴിയും? ബോധപൂർവം ആരും, അതെ, യേശുവിൻ്റെ ശത്രുക്കൾ പോലും അത് ചെയ്തെന്ന് വരില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അവനെ എതിർത്തിരുന്നവർ പോലും അവൻ്റെ നേരെ വിരൽ ചൂണ്ടുവാൻ മടിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവനെ ശപിക്കപ്പെട്ടവനെന്ന് പറയുവാൻ കഴിയുന്നത്? നിങ്ങൾ എന്നോട് ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ, സഹോദര, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്ന് അവനെ താങ്കളുടെ രക്ഷകനായി വിശ്വസിച്ച് അംഗീകരിച്ച് കഴിയുമ്പോൾ താങ്കൾക്ക് വരേണ്ടതെല്ലാം ലഭിച്ചെന്ന് വരില്ല. ക്രിസ്തുവിൽ നിന്നും ലഭിക്കാഞ്ഞ എന്തോ അതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. അത് നിങ്ങൾ ഇന്ന് അന്വേഷിക്കണം, അതിനായി കാത്തിരിക്കണം. പ്രിയ സുഹൃത്തെ, അങ്ങനെ പറയുമ്പോൾ നാം വാസ്തവത്തിൽ ക്രിസ്തു ക്രൂശിന്മേൽ നിർവഹിച്ച പ്രവർത്തനത്തെ കുറവുള്ളതായി ചിത്രീകരിക്കുകയാണല്ലേ. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ച് പൂർണ്ണമായ ഒരു രക്ഷ നമുക്കായി സമ്പാദിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. ഇനിയും ഒന്നും വേറെ ചെയ്യുവാനില്ലാത്തതിനാലാകുന്നു അവനിരുന്നത്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി എന്തെങ്കിലും കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നെങ്കിൽ അവനിരിക്കുന്നതിന് മുൻപ് അതും തികയ്ക്കുമായിരുന്നു. എനിക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തില്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ വാസ്തവത്തിൽ പറയുന്നത് യേശു ശപിക്കപ്പെട്ടവനാകുന്നു എന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താങ്കൾക്കത് പറയുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നോട് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വചനമല്ല. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ അവിടുന്ന് താങ്കൾക്ക് ഈ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകി. എല്ലാ ദാനങ്ങളുടെയും നടത്തിപ്പുകാരൻ ക്രിസ്തുവാകുന്നു. വരങ്ങൾ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽനോട്ടത്തിലാണ് അവൻ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയുടെ നായകൻ അഥവാ തല. നമുക്ക് അവനിൽ സകലവുമുണ്ട്. അവിടുന്നാണ് അൽഫ, അവിടുന്നാണ് ഒമേഗ, അവിടുന്ന് ആമേനാകുന്നു. ക്രിസ്തു രക്ഷയ്ക്കായി ആവശ്യമുള്ളത് സകലവും നിർവഹിച്ചു. ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്യം വളരെ വ്യക്തമാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെടുക അസാധ്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ, അത് ഏത് മനുഷ്യനുമാകാം, പുരുഷനോ സ്ത്രീയോ കറുത്തവനോ വെളുത്തവനോ ധനവാനോ ദരിദ്രനോ ഇന്ത്യക്കാരനോ ചൈനക്കാരനോ ആരുമാകാം, ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുകൊണ്ട് വിശ്വാസം അധികം വേറെന്തെങ്കിലുമല്ല, വിശ്വാസം അധികം മറ്റൊന്നുമില്ല. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455.
ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പതിനാറാം വാക്യത്തിൽ പൗലോസ് ഈ നാമും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയൊക്കെ ഉൾപ്പെടുത്തിയാണ്? അവനെയും അതിൽ ഉൾപ്പെടുത്തുന്നു. ഇസ്രായേല്യരെ മൊത്തം എന്ന അർത്ഥത്തിൽ തൻ്റെ വർഗ്ഗക്കാരും തങ്ങളുടെ ന്യായപ്രമാണം വിട്ടിട്ട് ക്രിസ്തുവിങ്കിലേക്ക് വന്ന് അവനിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കണമെന്നത്ര പൗലോസ് പറയുന്നത്. അതല്ലാതെ അവർക്കും രക്ഷപ്പെടുവാൻ മാർഗമില്ല പോലും. യഥാർത്ഥ വിശ്വാസികളെ ഉണ്ടാക്കുന്ന ഉപദേശം ഈ പറഞ്ഞ വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാകുന്നു. ക്രിസ്തുമാർഗത്തിൻ്റെ ഉറപ്പുള്ള പാറയും അടിസ്ഥാനവും ഇതത്രേ. ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. നീതീകരണം എന്നുള്ളത് നിയമനിർമ്മാണവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദമാണ്. നീതിന്യായ കോടതികളിൽ നിന്നും കടമെടുത്തിട്ടുള്ള പദമാകുന്നു ഇത്. ശിക്ഷാവിധി എന്നുള്ളതിൻ്റെ നേരെ എതിരാണ് ഈ നീതീകരണം എന്നുള്ളത്. ആരെയെങ്കിലും ശിക്ഷ വിധിക്കുക എന്നാൽ കുറ്റക്കാരൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. നീതീകരിക്കുക എന്നാൽ ആ വ്യക്തിയെ കുറ്റക്കാരനല്ല എന്ന്, അഥവാ നിരപരാധി എന്ന്, നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു പാപിയെ അവൻ അർഹിക്കാത്ത ആനുകൂല്യത്താൽ ദൈവത്തോട് നിരപ്പിക്കുന്ന ദൈവീക പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവനോട് ക്ഷമിക്കുക മാത്രമല്ല, പിന്നെയോ അവനെ അംഗീകരിക്കുകയും അവനെ ഒരു നീതിമാനായി കണക്കാക്കുകയും ചെയ്യുന്നു. പൗലോസിൻ്റെ ഭാഷ ആകെ മനസ്സിലാകാത്തതായി പലർക്കും അനുഭവപ്പെടാറുണ്ട്. ലളിതമായ കാര്യത്തെ ആകെ കുഴച്ചു മറിച്ചിരിക്കുന്നു എന്ന് പലരും ആരോപിക്കാറുണ്ട്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പൗലോസ് മനുഷ്യൻ്റെ സാർവത്രികമായ ഒരു ആവശ്യത്തെക്കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത് പോലെ ഇന്നും ഇത് ഒരു ആവശ്യമായി കാണാവുന്നതാണ്. നമുക്കുറപ്പായിട്ട് അറിയാവുന്ന ഏറ്റവും 2 അടിസ്ഥാന സത്യങ്ങളെങ്കിലുമുണ്ട്. ഒന്നാമത്തേത് ദൈവം നീതിമാനാണ് എന്നതത്രേ. രണ്ടാമത്തേത് നാം നീതിമാന്മാർ അല്ല എന്നുള്ളതാണ്. ഈ 2 സത്യങ്ങൾ നാം ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചെന്നാൽ അവ നമ്മുടെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ വിളിച്ചറിയിക്കും. അത് നാമും ദൈവവും തമ്മിൽ എന്തോ കുഴപ്പമുണ്ട്, നാം ശിക്ഷ വിധിക്കപ്പെട്ട അവസ്ഥയിലാണ്, നാം അവൻ്റെ കൂട്ടായ്മയിൽ നിന്നും അന്യപ്പെട്ടവരാണ്, അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്നും അകലപ്പെട്ടവരാണ്. മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ അകൽച്ചയാണ്. ഇത് ആന്തരിക പ്രശ്നമാകുന്നു, ആത്മീക പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താതെ മനുഷ്യന് സ്വസ്ഥതയില്ല. എങ്ങനെ മനുഷ്യൻ ദൈവം മുൻപാകെ നീതിമാനാകും? എങ്ങനെ ശിക്ഷാവിധിയിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ നീതീകരിക്കും? അതിനുള്ള മറുപടിയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് കാണുന്നത്. അതെ, ദൈവമൊരുക്കിയ മാർഗം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. അതെ, വിശ്വസിക്കുമ്പോൾ ദൈവം തൻ്റെ നീതി നമുക്ക് തരികയാണ്. വെറും പാപക്ഷമ മാത്രമല്ല, തൻ്റെ നീതി അതും കൂടി ദൈവം നമുക്ക് തരുന്നു. നമ്മുടെ നീതി ദൈവത്തിന് സ്വീകാര്യമല്ല, ക്രിസ്തുവിൻ്റെ നീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ അത് പൂർണ്ണമാണ്. ഇനിയും 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളുമല്ല. ഈ വാക്യം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാൽ അതിങ്ങനെയാണ്. ഒരു യഹൂദന് നീതീകരണത്തിനായി ന്യായപ്രമാണം മാറ്റിവെച്ച് ക്രിസ്തുവിങ്കലേക്ക് വരുന്ന നിലയ്ക്ക് അവൻ ഒരു പാപിയുടെ സ്ഥാനമാണല്ലോ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവാകുന്നുവോ അവനെ പാപിയാക്കുന്നത്, അഥവാ പാപത്തിലേക്ക് നയിച്ചത്? അങ്ങനെ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരനായി തീർന്നുവോ? പൗലോസ് പറയുന്നു, ഒരു നാളും അല്ല. യഹൂദനും ജാതികളെപ്പോലെ പ്രകൃത്യ പാപികൾ എന്നതത്രേ. ഇതേ കാര്യം തന്നെയാണ് പത്രോസ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 15-ന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. പത്രോസും പൗലോസും ഈ ഉപദേശത്തിൽ, അതെ, വിശ്വാസത്താലുള്ള നീതീകരണം എന്നതിൽ ചേർച്ചയുള്ളവരായിരുന്നു, ഒരു മനസ്സുള്ളവരായിരുന്നു. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ ലംഘനക്കാരനാണ്. ഈ പാപിത്വം അവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നതിലല്ല, അതിലേക്ക് വീണ്ടും പോകുന്നതിലാണ്. ഞാൻ മുമ്പിടിച്ച് തകർത്തത് ന്യായപ്രമാണം നീതീകരണത്തിൻ്റെ വഴിയാണ് എന്നത്
വീണ്ടും പണിയുവാൻ ശ്രമിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ നിയമലംഘനം. 19 വാക്യത്തിൽ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്നും വിമുക്തനായി എന്ന് പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് പൗലോസ് ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചത്? പൗലോസിൻ്റെ മാത്രമല്ല, നമ്മുടെയും കഥയാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തു മരിച്ചപ്പോൾ അവൻ എനിക്കായി മരിച്ചു. ന്യായപ്രമാണം എൻ്റെ ന്യായം വിധിച്ചു. അതുകൊണ്ട് ക്രിസ്തു എൻ്റെ സ്ഥാനത്ത് മരിച്ചു. ന്യായപ്രമാണം വിധിക്കുന്നതിന് സഹായിച്ചു, മരണത്തിനായി ഉതകി. അനുഷ്ഠാനങ്ങളുടെ ആ പ്രമാണത്തിൽ പോലും ദൈവത്തിന് ഇസ്രായേൽ ദേശം മുഴുവനും നശിപ്പിക്കേണ്ടി വന്നേനെ. എന്നാൽ ദൈവം യാഗങ്ങളുടെ ആ പ്രമാണം കൊടുത്തു. 5 യാഗങ്ങളെല്ലാം ക്രിസ്തുവിനെ കാണിക്കുന്നതായിരുന്നു. ദൈവം തന്നെ തൻ്റെ വൻ കരുണയിൽ, അത്ഭുത കൃപയിൽ രക്ഷിക്കാൻ പ്രാപ്തനായി. അതുകൊണ്ട് കൃപാസനം ഇസ്രായേലിന് പാപക്ഷമ കണ്ടെത്തുവാനുള്ള ഒരു സ്ഥാനമായി. ന്യായപ്രമാണം നമ്മെ ന്യായം വിധിച്ചു. അത് മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അതിനു മുമ്പിൽ നാം കുറ്റക്കാരാണ്. അങ്ങനെ വാസ്തവത്തിൽ ന്യായപ്രമാണമാണ് നമുക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ഉത്തരവാദി. നാം മരിക്കണമെന്ന് ന്യായപ്രമാണം പറയുന്നു. നാം ന്യായപ്രമാണത്തിന് മരിച്ചുവെങ്കിൽ ന്യായപ്രമാണത്തിന് ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ന്യായപ്രമാണം എന്നെ കൊന്നുകഴിഞ്ഞു, ഞാൻ മരിച്ചവനായി. അതുകൊണ്ട് ന്യായപ്രമാണം എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യം ക്രിസ്തു ചെയ്തു. എൻ്റെ സ്ഥാനമെടുത്ത് മരിക്കുക മാത്രമല്ല അവൻ ചെയ്തത്, എനിക്ക് തൻ്റെ ജീവനെയും തരുവാൻ പ്രാപ്തനായി അവൻ മരണത്തെ ജയിച്ച് പുറത്തു വന്നു. ഇത് വ്യക്തമായി നാം മനസ്സിലാക്കണം. ന്യായപ്രമാണം നമ്മെ അറസ്റ്റ് ചെയ്യുകയും വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അതുമാത്രമാണ് ന്യായപ്രമാണത്തിന് ചെയ്യാൻ സാധിച്ചത്. ന്യായപ്രമാണം വഴിയായി നിങ്ങൾ വന്നാൽ മരണം കണ്ടെത്തും, തീർച്ച. കൃപ വഴി വന്നാൽ ക്രിസ്തുവിലുള്ള ജീവൻ, അതാണ് നമുക്ക് ആവശ്യം. 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ന്യായപ്രമാണത്തിന് മരിച്ചതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു പോകുവാൻ അസാധ്യമാണെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. എത്ര മനോഹരമായ വാക്യമല്ലേ! ന്യായപ്രമാണത്തിന് കീഴിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെ പുറകോട്ട് തിരിഞ്ഞു നോക്കി അവയൊന്നും രക്ഷയ്ക്കുതകിയില്ല എന്ന് പൗലോസ് കണ്ടു. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകുക, ഇങ്ങോട്ട് പോകുക എന്നുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെക്കുകയല്ലാതെ അവയെ ചെയ്യുവാനുള്ള ശക്തി ന്യായപ്രമാണം നൽകിയിരുന്നില്ല. നിരാശയും അധമത്വവും മാത്രം. ഈ വാക്യത്തിൽ പൗലോസ് എങ്ങനെ ദൈവത്തിനായി ജീവിക്കുന്നു എന്ന് വിവരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം ദൈവിക വെളിപ്പാടാണ്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പുറമേ സംഭവിച്ചത് മാത്രമാണ്. ക്രൂശിൻ്റെ ഉപദേശം അതറിയണമെങ്കിൽ ലേഖനങ്ങളിലേക്ക് ചെല്ലണം. ക്രൂശിക്കപ്പെടുക എന്നതിന് എന്താണ് അർത്ഥം? ക്രൂശീകരണം നീതിന്യായപരമായി ലോക സമക്ഷം ചെയ്യപ്പെടുന്ന ഒരു ക്രിയയാണ്. ഒരു ന്യായ തീർപ്പിനാൽ ഒരു ആളുടെ ജീവിതം അവസാനിപ്പിക്കപ്പെടുകയാണ്. ക്രൂശിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നിയമലംഘനത്തിൻ്റെ ശാപം വഹിക്കുകയും മാത്രമല്ല ചെയ്തത്, പാപം ചെയ്ത മനുഷ്യനെ നീക്കം ചെയ്യുക കൂടി ചെയ്തു. അത് കഴിഞ്ഞു പോയതും അതേസമയം വർത്തമാന ഫലം ഉളവാകുന്നതുമാണ്. ഇതിൻ്റെ അർത്ഥപ്രാധാന്യം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ മരണത്തോട് ഞാൻ അനുരൂപനാകുന്നു. ക്രൂശ് പാപിയായ എൻ്റെ അവസാനമാണ് കാണിക്കുന്നത്. എൻ്റെ സ്വന്തം പ്രയത്നത്താൽ രക്ഷ അന്വേഷിക്കുന്ന എൻ്റെ അവസാനം, എൻ്റെ പഴയ ഞാൻ, പാപപങ്കുലമായ ഞാൻ അവസാനിക്കുന്നു. ഇന്ന് അനേകരും ക്രൂശിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. ഈ വാക്യം ഒരു വിശുദ്ധ ജീവിതത്തോട് ബന്ധപ്പെടുത്തി പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും അതല്ല പൗലോസ് പ്രധാനമായും വിവരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ നാം ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് നടന്നു കഴിഞ്ഞു. ഇനി ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. ആരിലുള്ള വിശ്വാസം? ദൈവപുത്രനിലുള്ള വിശ്വാസം. പൗലോസ് തുടർന്ന് പറയുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ മരിച്ചു. ന്യായപ്രമാണത്തിന് മരിച്ചവനാണ്. ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണത്തിന് ഇനി എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇപ്പോൾ എനിക്ക് മറ്റെന്തും തിരഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ക്രിസ്തു എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് അവൻ എന്നിലും ജീവിക്കുവാൻ വരികയാണ്. അങ്ങനെയാണ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു
എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകയാൽ, നിത്യത മുഴുവനും ഇതിൽ സ്വാധീനമുള്ളതാകയാൽ, മനുഷ്യൻ്റെ ജീവൻ മുഴുവനും ഇതിൽ തൂങ്ങി നിൽക്കുന്നതിനാൽ ഇത് നല്ലവണ്ണം ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. അവൻ എനിക്ക് വേണ്ടി ഇവിടെ മരിച്ചത് എന്തിനാണെന്നറിയാമോ? ഉയരത്തിൽ ഞാൻ അവനിൽ വസിക്കേണ്ടതിനും ഇവിടെ താഴെ അവൻ എന്നിൽ വസിക്കേണ്ടതിനുമാണ്. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ഇത് എങ്ങനെയുള്ള ജീവിതമാണ്? വിശ്വാസത്താലുള്ള ജീവിതം. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്താൽ ജീവിക്കുന്നു, വിശ്വാസത്താൽ നടക്കുന്നു. പിന്നെ പറയുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. പൗലോസ് ഇത് പറയുമ്പോൾ എന്നെ സ്നേഹിച്ചു, അതെ, എന്നെയും നിന്നെയും സ്നേഹിച്ചു. സ്വർഗത്തിലേക്ക് എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പായി അവന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. വിലമുടക്കാത്ത ഒരു സ്നേഹവും ത്യാഗമില്ലാത്ത ഒരു സ്നേഹവും യഥാർത്ഥത്തിൽ സ്നേഹമല്ല. സ്നേഹത്തിൻ്റെ പ്രദർശനമായി അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം തന്നു, സകലവും തന്നു. ക്രിസ്തുയേശുവിൽ നിത്യജീവൻ ദൈവം ദാനമായി തന്നു. അത് വിശ്വാസത്താൽ മാത്രമേ സ്വീകരിക്കുവാൻ കഴിയൂ. ദാനത്തിന് വില കൊടുക്കുവാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണ്. ദൈവം ദാനമായി നിത്യജീവൻ തരുമ്പോൾ തരുന്ന വ്യക്തി സത്യമാണ് പറയുന്നതെന്ന് വിശ്വസിക്കണം. ദൈവം വാക്കുമാറാത്തവനാണ്. ദൈവം താങ്കൾക്കായി നിത്യജീവൻ ദാനമായി തരികയാണ്. വിശ്വസിച്ചാൽ മാത്രം മതി. താങ്കൾ അതിനൊരുക്കമാണോ? പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം താങ്കൾക്ക് വേണമെങ്കിൽ ചവിട്ടി മെതിക്കാം. അവനിൽ നിന്നും അകന്നു പോകാം, അവനെതിരായി തിരിയാം. പൗലോസ് ചെയ്തതുപോലെ അവിടെ കൂടിയിരുന്ന യഹൂദ പ്രമാണികൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നീ അവനെ ഇന്ന് വെറുക്കുന്നുവെങ്കിലും സുഹൃത്തെ, അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. 21 വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഈ വാക്യത്തിലെ പ്രധാന തത്വം ഇതാണ്. പാപികളെ രക്ഷിക്കുവാൻ വേറെ ഏതെങ്കിലും മാർഗം ദൈവത്തിനുണ്ടായിരുന്നുവെങ്കിൽ അവൻ അത് തിരഞ്ഞെടുത്തേനെ. ഒരു നിയമമോ ഒരു തത്വസംഹിതയോ ഒരു മതമോ അതിന് ഉതകിയിരുന്നുവെങ്കിൽ ദൈവം അത് തന്നെ തിരഞ്ഞെടുത്തേനെ. എന്നാൽ ഒരേ ഒരു മാർഗം മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പക്കലുണ്ടായിരുന്നത് തൻ്റെ പുത്രനെ മരിക്കുവാനായി ലോകത്തിലേക്ക് അയക്കുക എന്നതായിരുന്നു. അവൻ ഈ വലിയ ത്യാഗം ചെയ്യുവാൻ ഒരുക്കമായിരുന്നു. അവിടുന്ന് അത് ചെയ്തു. നമുക്കിന്ന് ചെയ്യുവാൻ സാധിക്കുന്നത് അവനിൽ വിശ്വസിക്കുക മാത്രം. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി നൽകി. അവനിൽ വിശ്വസിക്കുക മാത്രമാണ് നമ്മുടെ ആത്മരക്ഷയ്ക്കുള്ള മാർഗം. അതിന് യാതൊരു പ്രവൃത്തിയും ഉതകില്ല. അതേ സുഹൃത്തെ, താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ വചന പഠനം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.